നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UN ഏജൻസിയായ UNRWAക്കെതിരെ ഇസ്രായേലിന്റെ വൻ നീക്കം. ഫലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള UNRWA ഭീകര സംഘടനയായി മുദ്രകുത്താനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായുള്ള ബില്ലിന് പ്രാഥമിക അംഗീകാരം നൽകി ഇസ്രായേൽ പാർലമെന്റ്. അന്തിമ തീരുമാനമായിട്ടില്ല. അതിനു മുന്നേ കൂടുതൽ പരിശോധനയ്ക്കും ചർച്ചയ്ക്കുമായി ബില്ല് വിദേശകാര്യ പ്രതിരോധ സമിതിക്ക് അയക്കുവാനുള്ള നീക്കം നടക്കുന്നുണ്ട്. ബില്ലിൽ നിർണായകമായ ഒരു നിർദ്ദേശമുണ്ട്. അതായത് ഈ ഏജൻസിയുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും വിച്ഛേദിക്കുക എന്നതാണ് ആ നിർദ്ദേശം. എന്നാൽ ഇസ്രായേലിന്റെ ഈ നീക്കത്തിനെതിരെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട്. വിവിധ സംഘടനകൾ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. UNRWA വക്താവ് ജൂലിയറ്റ് തൗമ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്രകാരമാണ്: ഏജൻസിയെ തകർക്കാനുള്ള ഏറ്റവും പുതിയ പ്രചാരണമാണ് ഇതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. യുഎന്നിന്റെ ചരിത്രത്തിൽ ഇത്തരം നടപടികൾ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഹമാസും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ഹമാസും എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ബില്ലിന് അംഗീകാരം നൽകിയതിനെ ഹമാസ് അപലപിച്ചു. ഫലസ്തീൻ പ്രശ്നവും അഭയാർത്ഥികളുടെ വിഷയവും അവസാനിപ്പിക്കാനുള്ള ശ്രമമാണിതെന്നായിരുന്നു ഹമാസിന്റെ കുറ്റപ്പെടുത്തൽ. അന്താരാഷ്ട്ര സമൂഹത്തോടും യുഎന്നിനോടും മറ്റൊരു നിർദ്ദേശം കൂടി നൽകിയിരിക്കുകയാണ്. ഏജൻസിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇസ്രായേലിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ബില്ലിനെ ഫലസ്തീനിലെ അൽ മുജാഹിദ് പ്രസ്ഥാനവും എതിർത്തു. സയനിസ്റ്റ് അധികാരികൾ ശ്രമിക്കുന്നത് 1948 ജനങ്ങളുടെ ദുരന്തത്തിനും കുടിയിറക്കലിനും നിയമപരമായി സാക്ഷിയായ സംഘടനയെ ഇല്ലാതാക്കാനാണ് എന്ന ആരോപണവും ശക്തമാകുന്നുണ്ട്. ഫലസ്തീൻ ജനതയ്ക്കെതിരായ പട്ടിണിയുടെയും ഉപരോധത്തിന്റെ തുടർച്ചയാണിതെന്നും സംഘടന വ്യക്തമാക്കി. അതേസമയം ഗാസയിലെ ഹമാസ് നേതാക്കളുമായി UNRWA സഹകരിക്കുന്നുണ്ടെന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചതാണ്. ഏജൻസിയുടെ ആസ്ഥാനങ്ങൾക്ക് കീഴിലാണ് ഹമാസിന്റെ തുരങ്കങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന ആരോപണവും ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, ഒക്ടോബർ 7 ആക്രമണത്തിൽ ഏജൻസി അംഗങ്ങളും പങ്കെടുത്തിട്ടുണ്ട് എന്ന ഗുരുതര ആരോപണവും ഇസ്രായേൽ ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെ നിരവധി രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിവെച്ചിരുന്നു. UN ഏജൻസി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത് ഫണ്ട് നിഷേധിച്ച നടപടി ആപൽക്കരമാണ് എന്നാണ്. ഗാസയിലെ അന്താരാഷ്ട്ര ദുരിതാശ്വാസ ഏജൻസികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഇസ്രായേൽ ലക്ഷ്യമിടുകയാണെന്ന് ഹമാസും ആരോപിച്ചിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിൽ ഏജൻസി പ്രവർത്തകർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട 5 കേസുകൾ UN അവസാനിപ്പിച്ചിരുന്നു. ഇസ്രായേലിന് മതിയായ തെളിവുകൾ നൽകാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി, ഈ കേസ് അവസാനിപ്പിക്കുക എന്ന ഒരു നടപടിയിലേക്ക് കടന്നത്. ഇസ്രായേലിന്റെ ആരോപണങ്ങൾ വ്യാജമാണ് എന്ന് മനസ്സിലാക്കി പല രാജ്യങ്ങളും ഫണ്ട് നൽകുന്നത് വീണ്ടും തുടങ്ങി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നതാണ്. കഴിഞ്ഞ ദിവസം UK അറിയിച്ചത് ധനസഹായം വീണ്ടും തുടങ്ങുമെന്നാണ്. ബ്രിട്ടനിൽ പുതുതായി തിരഞ്ഞെടുത്ത ലേബൽ പാർട്ടി ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ഏജൻസിക്ക് നൽകിവന്ന ധനസഹായം മുൻ കൺസർവേറ്റീവ് സർക്കാരാണ് നിർത്തിവെച്ചത്. ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടയിലും ഈ ഒരു സന്നദ്ധ പ്രവർത്തനം ഏജൻസി തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസവും ഈ ഒരു ഏജൻസിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ഇസ്രായേൽ സൈന്യം വെടിവെച്ചു. ഒക്ടോബർ 7 ശേഷമുള്ള ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി ഏജൻസി പ്രവർത്തകർ കൊല്ലപ്പെട്ടു. എന്തായാലും ഈ ഒരു ഏജൻസിക്കെതിരെ ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടത്താൻ കൂടി തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.